ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ് 70% പേരാണ് ജനവിധി കുറിച്ചത്. ചിലയിടങ്ങളിൽ സമയപരിധി കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന കേരളത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്നു. കനത്ത ചൂടിനെ അവഗണിച്ചും ആളുകൾ വോട്ട് ചെയ്യാനെത്തി. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. സമയപരിധി അവസാനിച്ചപ്പോഴും പലയിടങ്ങളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. ക്യൂവിലുള്ളവർക്ക് ടോക്കൺ നൽകിയ ശേഷമാണ് പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാ ജില്ലകളിലും 60% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളും നേതാക്കളും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. പല ബൂത്തുകളിലും രാവിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റി പ്രശ്നം പരിഹരിച്ചു. കൊല്ലം മൺട്രോത്തുരുത്തിലും കൊച്ചി ചിറ്റത്തുകരയിലും നേരിയ പ്രതിഷേധമുണ്ടായി. വിവിധ ജില്ലകളിൽ കള്ളവോട്ട് പരാതിയും ഉയർന്നു. ഇടുക്കിയിൽ ഇരട്ട വോട്ട് ചെയ്യാൻ ശ്രമിച്ചതിന് 2 പേരെ പോളിംഗ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. 2,77,00,000 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലും കുറവ് ഇടുക്കിയിലുമായിരുന്നു. ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും കയ്യാങ്കളിയും ഉണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രിമാർ, സിറ്റിംഗ് എംപിമാർ, MLA എന്നിവരെല്ലാം മത്സരരംഗത്തെത്തിയത് ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രമായി മാറി. പോളിംഗിന്റെ അവസാനഘട്ട കണക്ക് വൈകി മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ദേശീയതലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായി ജൂൺ വരെയുള്ള ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ് 70% പേരാണ് ജനവിധി കുറിച്ചത്. ചിലയിടങ്ങളിൽ സമയപരിധി കഴിഞ്ഞിട്ടും